മറ്റേത് രാജ്യത്തെക്കാളും പ്രശ്നമുള്ള സ്ഥലമായി ഇപ്പം നമ്മുടെ ഇന്ത്യയും കേരളവും ഒക്കെ മാറി തുടങ്ങിയിട്ടില്ലേ ഇല്ലേ? സോഷ്യൽ മീഡിയ എടുത്ത് അതിനകത്ത് രണ്ട് മതക്കാർ തമ്മിൽ സ്നേഹമാണോ പങ്കുവയ്ക്കുന്നത് അതോ തെറിയാണോ കൂടുതൽ പങ്കുവയ്ക്കുന്നത്? ഇപ്പോൾ കമന്റ്സിൽ നമുക്ക് കൂടുതലും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ നമ്മൾ എന്നിട്ട് നമ്മൾ വെള്ളക്കാരെ കുറ്റം പറയും. നമ്മള് മോശമാണോ ഇക്കാര്യത്തില്? ഒരിക്കലും. രണ്ട്, കേരളത്തിൽ ഏറ്റവും പുരോഗമന ചിന്ത ഉള്ള ഒരു രാഷ്ട്രീയക്കാരനോ സാമൂഹ്യ പരിഷ്കർത്താവോ ആയിക്കോട്ടെ, ബഹുഭൂരിപക്ഷം പേരും അവരുടെ മക്കളെ കെട്ടിക്കുന്ന സ്വന്തം സമുദായത്തിൽ തന്നെയല്ലേ? തീർച്ചയായിട്ടും. ഇനി അല്ലെങ്കിൽ അവർ അതിനേക്കാൾ ഉയർന്ന സമുദായം എന്ന് തോന്നുന്ന ഒരിടത്തുനിന്ന് അതെ താഴ്ന്നതെന്ന് അവർക്ക് തോന്നുന്ന ഏതെങ്കിലും ഒരു സമുദായത്തിൽ കൊണ്ടേ മക്കളെ കെട്ടിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇപ്പോഴും തന്നെയല്ലേ സ്ഥിതി? അതെ. അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ വർഗീയതയൊക്കെ ഇച്ചിരി കൂടുതലായിട്ട് വരാൻ കാര്യം നമ്മുടെ പട്ടിണി മാറി, നമ്മുടെ വലിയ പ്രശ്നങ്ങളെല്ലാം മാറി, അത്യാവശ്യ സൗകര്യങ്ങളിലായി മനുഷ്യര്. ഈ എന്താണ് അതിദാരിദ്ര്യം ഇല്ലാതായി എന്ന് മുഖ്യമന്ത്രി പറയുന്ന പോലെ തന്നെ അതിദാരിദ്ര്യം ഇല്ലാതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും വിഷയം വേണമല്ലോ പിന്നെ അടുത്തത്. അപ്പൊ നമുക്കിനി ജാതിയുടെ പേരില് നിറത്തിന്റെ പേരിലൊക്കെ നമുക്കിനി ഫൈറ്റ് ചെയ്ത് തുടങ്ങാം. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരിടത്ത് നിങ്ങൾ എങ്ങനെയാണ് മറ്റു മലയാളികളെ കണ്ടെത്തുന്നത്? എവിടെയാണ് പരിചയക്കാരെ കിട്ടുക? ഒരു പരിചയക്കാരനും ഇല്ലാതെയാണ് ഞാൻ ഈ യാത്രകളൊക്കെ നടക്കുന്നത്. ഒരു STD വിളിക്കണമെങ്കിൽ STD ബൂത്തിൽ പോയി ക്യൂ നിൽക്കേണ്ട ഒരു കാലമാണെന്ന്. വ്ളോഗിങ് ചെയ്യുന്നോണ്ട് ചോദിക്കുന്നതാണ്. നമ്മളിപ്പോഴും ക്യാമറ കണ്ണിലൂടെയല്ലേ ഈ സ്ഥലങ്ങളൊക്കെ കാണുന്നത്. ശരിക്കും ആസ്വദിച്ചിട്ടുണ്ടോ പണ്ട് ആ സമയങ്ങളിലൊക്കെ? ആദ്യത്തെ ഒരു 10 കൊല്ലം ഞാൻ കണ്ടത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വ്യൂ സെന്ററിലൂടെ ഈ കാഴ്ചകളെല്ലാം കണ്ടത്. തിരിച്ചിവിടെ വന്ന് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇത് കളറിൽ കാണുന്നത്. ചിലയിടത്ത് നമ്മൾ ഇൻസൾട്ട് അനുഭവിക്കേണ്ടി വരും. ഇപ്പൊ വിദേശ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ എല്ലാ രാജ്യത്തും നമ്മളെ അങ്ങോട്ട് 2 കൈ നീട്ടി സ്വീകരിക്കുന്നതല്ല. നമ്മളുടെ നിറത്തിന്റെ ഒക്കെ പേരിലൊക്കെയുള്ള എത്രയോ വിവേചനങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. ഇതെനിക്ക് പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം വിളിച്ച് പറഞ്ഞുകൊണ്ടൊടക്കലും അതിൻ്റെ പേരിൽ ഒരു അർത്ഥശൂന്യമായിട്ടൊരു ഡിബേറ്റ് ഉണ്ടാക്കുന്നതിലും കാര്യമില്ലാത്തതുകൊണ്ട് അത് നമ്മളങ്ങ് വിട്ടുകളയും.